കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കായംകുളം യൂണിറ്റ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ദേശീയ വ്യാപാര ദിനം ആചരിച്ചു. പതാക ഉയർത്തൽ, മധുരപലഹാര വിതരണം എന്നിവ നടത്തി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കായംകുളം യൂണിറ്റ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ദേശീയ വ്യാപാര ദിനം വിപുലമായ പരിപാടികളോടെ ആചരിച്ചു. ഇതിന്റെ ഭാഗമായി പതാക ഉയർത്തൽ, മധുര പലഹാര വിതരണം എന്നിവ നടത്തി. യൂണിറ്റ് പ്രസിഡന്റ് സിനിൽ സബാദ് അധ്യക്ഷത വഹിച്ചു. ആഗസ്റ്റ് 9 ദേശീയ വ്യാപാര ദിനത്തിന്റെ ഭാഗമായി ഇന്ന് കായംകുളത്തും വ്യാപാരി വ്യവസായിയുടെ നേതൃത്വത്തിൽ വ്യാപാര ഭവനിൽ വെച്ച് പതാക ഉയർത്തലും മധുര പലഹാര വിതരണങ്ങളും നടക്കുകയാണ്. നമുക്കറിയാം, ചെറുകിട വ്യാപാര മേഖല ഇന്ന് വളരെയധികം പ്രതിസന്ധികൾ നേരിടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. വൻകിട കോർപ്പറേറ്റുകൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഗവൺമെൻറ്റാണ് ഇന്ന് നിലവിലുള്ളത്. ചെറുകിട വ്യാപാര സ്ഥാപനങ്ങൾ ഇന്ന് തുറക്കണമെങ്കിൽ ഒട്ടേറെ ട്രേഡേഴ്സ് ലൈസൻസ് അടക്കമുള്ള ഒട്ടേറെ വിഷയങ്ങളിലൂടെ കടന്ന് മാത്രമേ ഇന്ന് ഒരു ലൈസൻസ് നേടി മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. പ്രത്യേകിച്ച് ഹോട്ടൽ മേഖലയിൽ ഉണ്ടാകുന്ന വിഷയങ്ങൾ പലതാണ്. കാരണം ഡ്രെയിനേജ് സംവിധാനത്തിൻ്റെ വിഷയം, മാലിന്യ സംസ്കരണത്തിൻ്റെ വിഷയങ്ങൾ, ഇതെല്ലാം ഇന്ന് നേരിട്ടിട്ട് ഒരു പ്രസ്ഥാനം ഇന്ന് തുടങ്ങുവാൻ കഴിയത്തുള്ളൂ. അതിനുവേണ്ട അടിസ്ഥാന വികസന സംവിധാനങ്ങൾ മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തുനിന്നോ കേരള ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നോ ഉണ്ടാകുന്നില്ല. ഇതിന് മാറ്റം വന്നാൽ മാത്രമേ ചെറുകിട വ്യാപാര മേഖല ഇന്ന് പിടിച്ചു നീക്കാൻ സാധിക്കുകയുള്ളൂ. ഇതിന് അടിസ്ഥാനപരമായ മാറ്റം വരണമെന്നാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ എല്ലാ വിഭാഗങ്ങളിലുള്ള ആൾക്കാരുടെയും ആവശ്യം. എം ജോസഫ് സ്വാഗതം പറഞ്ഞു. യൂണിറ്റ് രക്ഷാധികാരി എം ഷെരീഫ് പതാക ഉയർത്തി. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇന്ന് ദേശീയ പതാക ദിനമായി വ്യാപാര ദിനമായി ആചരിക്കുകയാണ്. ഒരു പ്രത്യേക പ്രതിസന്ധി കാലഘട്ടത്തിൽ കൂടിയാണ് കേരളത്തിലെയും ഇന്ത്യയിലെയും വ്യാപാര സമൂഹം കടന്നുപോകുന്നത്. അത് പ്രത്യേകിച്ച് ചെറുകിട വ്യാപാരികൾ അതീവ പ്രതിസന്ധിയിൽ കൂടിയാണ് കടന്നുപോകുന്നത്. കുത്തക മുതലാളിമാരുടെയും ഓൺലൈൻ മുതലാളിമാരുടെയും വ്യാപാരം വളരെയധികം പ്രതിസന്ധി ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇത് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും പ്രതിസന്ധി പരിഹരിക്കുന്നതിനാവശ്യമായ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഓൺലൈൻ വ്യാപാരത്തിന് 28% ടാക്സ് ഏർപ്പെടുത്തിക്കൊണ്ട് ഈ ചെറുകിട വ്യാപാരികളെ സംരക്ഷിക്കണമെന്നുള്ളതാണ്. അത് സംസ്ഥാന നേതൃത്വം 2 ഗവൺമെൻറ്റുകളുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചെറുകിട വ്യാപാരികളെ സംരക്ഷിക്കാൻ ഏകോപന സമിതി ബാധ്യസ്ഥനാണ്. അതിനുവേണ്ടിയുള്ള എല്ലാ സമരമുറകൾക്കും ഏകോപന സമിതി നേതൃത്വം തയ്യാറാകുമെന്ന് ഗവൺമെൻറ്റുകളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കായംകുളം യൂണിറ്റിൽ ഓഗസ്റ്റ് 9 വ്യാപാര ദിനമായി ആഘോഷിക്കുന്നതിൻ്റെ ഭാഗമായി ഇന്ന് ഞങ്ങളിവിടെ പതാക ഉയർത്തുകയാണ്. വ്യാപാര രംഗത്ത് ഒരുപാട് പ്രതിസന്ധികളാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചെറുകിട വ്യാപാര രംഗം വളർന്നു വരണമെങ്കിൽ ഇന്നത്തെ ഗവൺമെൻറ് അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാക്കിയാൽ മാത്രമേ മുമ്പോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അതിനുവേണ്ട എല്ലാ സഹായങ്ങളും കായംകുളം മുനിസിപ്പാലിറ്റിയിൽ നിന്നും ഗവൺമെൻറ്റിൽ നിന്നും ഉണ്ടാകണമെന്ന് ഈ സന്ദർഭത്തിൽ സൂചിപ്പിച്ചു. ഭാരവാഹികളായ അബു ജനത, ESK പൂക്കുഞ്ഞ്, ജി വിഠളദാസ്, സജു മറിയം ദേവസ്യ, അസിം നാസർ, റാഫി രാജ്, നവാസ് ABS, ഷിബു തുടങ്ങിയവർ സംസാരിച്ചു. ഓൺലൈൻ ബിസിനസിന് 28% നികുതി ഏർപ്പെടുത്തണമെന്നുള്ള സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സരയുടെ പ്രസ്താവനയെ യൂണിറ്റ് കമ്മിറ്റി സ്വാഗതം ചെയ്തു. CDNet ന്യൂസ്, കായംകുളം.